നമസ്കാരം. ഗാസയിലെ വെടിനിർത്തൽ അല്പായുസാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനമായി വെസ്റ്റ് ഏഷ്യയിൽ നിന്നും കടന്നു വരുന്നത്. ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ചില സംശയങ്ങളുണ്ടായി. ഇസ്രായേൽ വേണ്ട രീതിയിൽ വെടിനിർത്തൽ കരാറിനോട് സഹകരിക്കുന്നില്ല. വെടിനിർത്തൽ ഉണ്ടായതിനു ശേഷം പോലും ചില പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് വെടിനിർത്തൽ ടേംസ് 6 ആഴ്ചത്തേക്ക് നിലവിൽ വന്ന ജനുവരി 19 മുതൽ നിലവിൽ വന്ന വെടിനിർത്തൽ, ആദ്യഘട്ടം വെടിനിർത്തൽ, അത് പല സമയങ്ങളിലായി ഇസ്രായേൽ ലംഘിച്ചതിനാൽ തങ്ങൾ ഏകപക്ഷീയമായി ബന്ദിമോചനത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നു എന്ന പ്രഖ്യാപനം ഹമാസിന്റെ നേതൃത്വത്തിൽ നിന്നും വരുന്നു. ഇത് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു തടസ്സവാദങ്ങൾ ഉണ്ടാകും. പക്ഷേ അതിനോട് ഇസ്രായേൽ അല്ല പ്രതികരിച്ചിരിക്കുന്നത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് പ്രതികരിച്ചിരിക്കുന്നത്. സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് ഏതെങ്കിലും കാരണവശാൽ ബന്ദി മോചനം വൈകിയാൽ, അല്ലെങ്കിൽ അത് തടഞ്ഞു വയ്ക്കപ്പെട്ടാൽ ഞങ്ങൾ അനങ്ങാതിരിക്കില്ല. അത് മാത്രമല്ല, ഉഗ്രമായൊരു ശാസനം കൂടി ഡൊണാൾഡ് ട്രംപ് കൊടുത്തു. ഈ വരുന്ന ശനിയാഴ്ച, അതായത് 15-ാം തീയതി, ഫെബ്രുവരി മാസം 15-ാം തീയതി ഉച്ചക്ക് 12 മണിക്കകം അവശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും കൈമാറ്റം ചെയ്തില്ല എങ്കിൽ, അതായത് ഇസ്രായേലി ബന്ദികളെ കൈമാറ്റം ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ ഇടപെടും, ഞങ്ങൾ അങ്ങ് നേരെ എത്തുകയാണ്. ഇത് ട്രംപിന്റെ ഒരു അന്ത്യശാസനം, ഉഗ്രശാസനം, അൾട്ടിമേറ്റം എന്നൊക്കെ പറയാം. ഇതിനോട് എങ്ങനെയാണ് ഹമാസും മറ്റ് അറബ് രാജ്യങ്ങളും സമാധാനത്തിന് ചുക്കാൻ പിടിച്ച, സമാധാന പ്രക്രിയയ്ക്ക് ചുക്കാൻ പിടിച്ച രാജ്യങ്ങളും, പ്രത്യേകിച്ച് 2-3 രാജ്യങ്ങൾ, ഈജിപ്തും അതുപോലെ ഖത്തറും എല്ലാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യവുമാണ്. പക്ഷേ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഒരു യുദ്ധം വീണ്ടും ആസന്നമാവുകയാണോ? ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചേക്കാം. അത് ഇപ്പൊ വാർ മോംഗേഴ്സ് എല്ലായിടത്തും ഉണ്ട്. എങ്ങനെയെങ്കിലും സമാധാനം വരണം, സമാധാനം തുടരണം. ആദ്യഘട്ടം 6 ആഴ്ചത്തെ ആദ്യഘട്ടത്തിന് ശേഷം 2-ാം ഘട്ടത്തേക്കുള്ള നെഗോസിയേഷൻ തുടങ്ങേണ്ടിയിരുന്നത് ഫെബ്രുവരി 4-ാം തീയതിയാണ്. അത് ദോഹയിൽ വെച്ച് ആ ഉച്ചകോടി സമ്മേളനം, ആ ഒരു നീക്കുപോക്ക് സമ്മേളനം തുടങ്ങി. ഇസ്രായേൽ പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു. അവര് കഴിഞ്ഞ ദിവസം തിരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ 2-ാം ഘട്ടം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ പൂർണ്ണമായി, ഇസ്രായേൽ IDF-ന്റെ പൂർണ്ണമായ പിന്മാറ്റമാണ് 2-ാം ഘട്ടത്തിൽ വിഭാവനം ചെയ്യുന്നത്. അപ്പൊ 2-ാം ഘട്ടം പൂർണ്ണമായി തടയപ്പെടുമെന്ന രീതിയിലാണ് ഏറ്റവും വൈകി കിട്ടുന്ന സൂചനകൾ. ഇപ്പൊ 1-ാം ഘട്ടത്തിൽ വിട്ടയക്കേണ്ട 33 ബന്ദികൾ, അതിൽ 16 പേരെ വിട്ടയച്ചു. മറ്റു 5 പേരുടെ കാര്യത്തിൽ ഏകദേശം ഒരു ധാരണയായി. ഏതാനും ബന്ദികളെ ഈ വരുന്ന ശനിയാഴ്ച വിട്ടയക്കേണ്ടതാണ്. അതായത് 15-ാം തീയതി ശനിയാഴ്ച വിട്ടയക്കേണ്ടതാണ്. പക്ഷെ അത് സാധിക്കില്ല എന്ന് ഹമാസ് തീർത്ത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വരാനിരിക്കുന്നത് ആ 15-ാം തീയതി തന്നെ എല്ലാവരെയും 33 പേരെയും, ഒരുപക്ഷെ ട്രംപ് തെളിച്ചു പറഞ്ഞില്ല 33 പേരാണോ, ആകെയുള്ള 100 പേരും വിട്ടയക്കപ്പെടുകയാണോ എന്ന് പറയുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ബന്ദികളെയും, അവശേഷിക്കുന്ന മറ്റ് കരാറിന്റെ ഭാഗം എന്ത് തന്നെ ആയാലും, 2-ാം ഘട്ടം 3-ാം ഘട്ടം ഒക്കെ അവിടെ നിൽക്കട്ടെ, സകല ബന്ദികളെയും ശനിയാഴ്ചക്കകം വിട്ടിട്ടില്ല എങ്കിൽ ഇസ്രയേലിന് ഗാസയ്ക്ക് നേരെ എന്താക്രമണം നടത്താനുള്ള അനുവാദം അമേരിക്ക കൊടുത്തിരിക്കുകയാണ്. അവകാശമുണ്ടെന്ന് അമേരിക്ക പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഓൾ ഹെൽ വിൽ ബ്രേക്ക് ലൂസ്. ഇതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വാചകം. ഹെൽ ബ്രേക്സ് ലൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ആകാശം ഇടിഞ്ഞു വീഴും, നരകമായിരിക്കും വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ തങ്ങൾ അടങ്ങിയിരിക്കില്ല എന്നതാണ്. നോക്കൂ, ട്രംപ് ഒരു വാഗ്ദാനം പാലിച്ചു. താൻ അധികാരത്തിൽ വരുന്ന ജനുവരി 20, 2025 മുൻപ് തന്നെ, ആ സമയത്തിന് മുൻപ് തന്നെ വെടിനിർത്തൽ സാധ്യമായിരിക്കണം എന്ന കല്ലേ പിളർക്കുന്ന ശാസന ഇസ്രായേലും ഹമാസും അംഗീകരിച്ചു. മധ്യസ്ഥന്മാരുടെ പ്രേരണയാൽ അംഗീകരിച്ചു. ഇത് നേരത്തെയും പറഞ്ഞതാണ്. ബൈഡൻ പറഞ്ഞപ്പോൾ കേട്ടില്ല. 6 മാസം മുൻപ് ബൈഡൻ കൊണ്ടുവന്ന അതേ പദ്ധതി തന്നെയാണ് ട്രംപ് പിന്നീട് പറഞ്ഞത്. പക്ഷെ അത് അംഗീകരിക്കപ്പെട്ടു. ആ ശാസന അംഗീകരിച്ച ഹമാസും ഇസ്രായേലും ഈ ശാസനയും അംഗീകരിക്കും. ഇവിടെ അംഗീകരിക്കേണ്ട ഇസ്രായേലല്ല, ഇസ്രായേലിനെ കോരിത്തെരിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഒരു ദുഃഖമുണ്ട്. ബന്ദികളുടെ ഫാമിലീസ്, 100 ബന്ദികളിൽ കേവലം 16 പേരെ മാത്രമേ ഇതുവരെ വിട്ടയച്ചിട്ടുള്ളൂ. ഈ ആദ്യഘട്ടത്തിലെ 33 പേരിൽ പോലും ബാക്കി ആളുകൾ അവശേഷിക്കുന്നു. ബന്ദികളുടെ കുടുംബക്കാർ, വീട്ടുകാർ
വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ബന്ദിമോചനം കാത്തു നിൽക്കുന്നത്. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ സമ്മർദ്ദം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ഇസ്രായേൽ ഭരണകൂടത്തിന്റെയും മേലുണ്ട്. അതിനോടൊപ്പം തന്നെ മറുവശത്ത് എങ്ങനെയും കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ആഞ്ഞടിക്കണം, ഇത് വെച്ചോണ്ടിരിക്കാനാവില്ല എന്ന രീതിയിൽ അതിശക്തമായ സമ്മർദ്ദം ഇസ്രായേലിന്റെ വലതുപക്ഷ തീവ്ര ലയണിസ്റ്റ് കക്ഷികളിൽ നിന്നുണ്ട്. അവൻ ചെകുത്താനും ചെങ്കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു. അതുകൊണ്ട് ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് വെടിനിർത്തലിൽ നിന്നും പിന്നാക്കം പോകാനായി അമേരിക്കയുടെയും കൂടെ അനുഗ്രഹാശിസുകൾ ഉള്ളത് കൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറായാൽ ഈ ഘട്ടത്തിൽ അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് വളരെ ഫ്രജൈൽ ആയ ഒരു സമാധാന പ്രക്രിയയെ കോംപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് പ്രസ്താവന വരുന്നു. അതിന് കാരണമായത് ഇസ്രായേലിന്റെ ഭാഗികമായ നിസ്സഹകരണമാണ്. ബന്ദികളെ മോചിപ്പിച്ച രീതിയെക്കുറിച്ചും ആക്ഷേപം വരുന്നു. കാരണം അവര് നാസി ജയിലുകളിൽ നിന്നും ക്ഷീണിതരായി പുറത്തു വന്ന തടവുകാരെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ബന്ദികൾ വന്നത്. കുറെയൊക്കെ റിപ്പോർട്ടുകളുണ്ട് അവരെ ഓണറബിൾ ആയിട്ടാണ് ഗസയിൽ ഹമാസ് ട്രീറ്റ് ചെയ്തത് എന്ന റിപ്പോർട്ടുകൾ വരുമ്പോഴും ചിലരെങ്കിലും അതീവ ക്ഷീണിതരായിരുന്നു. നമുക്ക് മനസ്സിലാക്കാം, സ്വാഭാവികമാണ്. തുരങ്കങ്ങളിലും ഒളിയിടങ്ങളിലും ദീർഘകാലം കഴിഞ്ഞ ബന്ദികൾ ക്ഷീണിതരായിരിക്കും. പക്ഷെ ഇപ്പോൾ പുരുഷന്മാരെ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ സ്ത്രീകളും കുട്ടികളുമാണ്, ഇപ്പോൾ പുരുഷന്മാരെ ഉൾപ്പെടെ മോചിപ്പിച്ച് തുടങ്ങിയ സുഗമമായി നീങ്ങുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ ഇരു കൂട്ടരും പരസ്പരം മുഖാമുഖം നിൽക്കുന്നതും അതിനെ ആളിക്കത്തിക്കുന്ന രീതിയിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വരികയും ചെയ്യുന്നത്. അതിനാൽ ഈ വരുന്ന ഫെബ്രുവരി മാസം 15-ാം തീയതി ശനിയാഴ്ച ഉച്ചക്ക് 12 മണി എന്ന ഡെഡ് ലൈൻ എല്ലാവരും ഉറ്റുനോക്കുന്നു. ഭയപ്പാടോടെ, ആശങ്കയോടെ, ചിലരെങ്കിലും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന സമയമായി അത് മാറുകയാണ്. ലെറ്റ് us wait and see.